വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേന്ദ്ര സർക്കാർ FCRA നിയന്ത്രണ ബില്ല് കേന്ദ്രമന്ത്രിസഭ അതിന് അംഗീകാരം കൊടുക്കുകയും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. അത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും ഇപ്പോൾ തന്നെ ഭാരതത്തിൽ വളരെ കർശനമായ വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്. അതിൽ വളരെ കർശനമായ ഉപാധികളോടുകൂടി മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിലവിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കുകയും അവർ വളരെ കൃത്യമായിട്ട് അതെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇപ്രകാരം ഒരു നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു കൺസേൺ ആണ്. അത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും അവരുടെ പ്രസ്താവനകളിലൂടെ അത് അറിയിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, ഈ വിദേശ സഹായം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ ഇവിടുത്തെ ഒരു ട്രസ്റ്റിന് കൊടുക്കുന്ന സഹായവും വിദേശ സഹായമാണ്. വിദേശ മലയാളികളുടെ ട്രസ്റ്റുകളാവാം, വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാരെ നമ്മുടെ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന ഇതെല്ലാം FCRA വഴി മാത്രമേ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം സഭ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനും അതുപോലെ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ സഭയ്ക്ക് സാധിച്ചിട്ടുള്ളത്. അത് ഒരു വളരെ നല്ല കാര്യമായിട്ട് കരുതേണ്ടതിന് പകരം അതിനെയെല്ലാം ഒരു ഏതാണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനിയും എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദേശ സഹായം സ്വീകരിക്കുന്നത്? ഏറ്റവും കൂടുതലും വിദേശികളും നമ്മൾക്ക് ട്രസ്റ്റുകൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യ ഭവനങ്ങൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അംഗവൈകല്യം എന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനസിക സവിശേഷതകളുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഭവനങ്ങൾ ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ടു പോകുവാനുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശ സഹായം ലഭിക്കുന്നത്. അത് വിദേശ സഹായം എന്ന് പറയുന്നത് വിദേശികൾ അവരുടെ ഒരു ദശാംശം, അവരുടെ സമ്പത്തിൻ്റെ ഒരംശം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നൽകുമ്പോൾ അത് പാവപ്പെട്ട രാജ്യങ്ങളിലെ ട്രസ്റ്റുകൾ വഴി ആ വ്യക്തികൾക്ക് കൊടുക്കുന്നു. ഇതാണ് ഈ വിദേശ ഫണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആരാധനാലയങ്ങൾ പണിയാനായിട്ട് അവർ സഹായം തന്നിട്ടുണ്ട്. ഇതെല്ലാം അവരും വെറുതെ തരുന്നതല്ല, അവർ വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി മാത്രമേ അവരും ഫണ്ട് തരത്തുള്ളൂ. അത് കൃത്യമായിട്ട് ഇവിടെ വിനിയോഗിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തും. അപ്പോൾ നിയമപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് റദ്ദാക്കാനും ഒക്കെയുള്ള അധികാരം ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പം ഞങ്ങളെ ഇവിടെ അല്പമെങ്കിലും കുറേയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ FCRA ഉപയോഗിച്ച് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിത കോളേജുകളോ സ്കൂളുകളോ ആരാധനാലയങ്ങളോ ഒക്കെ ഏറ്റെടുക്കാനും പിന്നെ അത് വിൽക്കാനും, വിറ്റിട്ട് അതിൻ്റെ പണം മറ്റൊരു ഫണ്ടായിട്ട് രൂപീകരിക്കാനും ഒക്കെ ആയിട്ട് അവർ ഒരു നിയമം കൊണ്ടുവരികയാണ്. നമുക്ക് അതൊക്കെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നമ്മൾ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കോളേജുകൾ, പഴയ കോളേജുകളിലെല്ലാം തന്നെ വിദേശ ഫണ്ടിങ് മൂലം ഇവിടെ നിലവിൽ വന്നിട്ടുള്ളതാണ്. അതുവഴി എത്രയോ പേര് പഠിച്ചിറങ്ങിപ്പോയി, നാനാജാതി മതസ്ഥർ. അപ്പോൾ അതൊക്കെ അത് നടത്തുന്ന ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കി എന്നുള്ളത് കൊണ്ട് ആ കോളേജുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം പിടിച്ചെടുക്കുക, ആ സമ്പത്ത് അത് കൈമാറ്റം ചെയ്യുക, ഇതിനൊക്കെയുള്ള ഒരു അധികാരം ഇതൊരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ ആരാധനാലയങ്ങൾ പോലും ഏറ്റെടുക്കാം, അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്താതെ അത് മറ്റൊരു സംവിധാനത്തിലേക്ക് അത് കൈമാറാം. പിന്നീട് വീണ്ടും ഈ ലൈസൻസ് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ച് നൽകാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് കുറേയൊക്കെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്
കുറേ നന്മ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുഗ്രാമങ്ങളിൽ പോലും ഇന്ന് ഒത്തിരിയേറെ ജനോപകാരപ്രദമായ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തുന്ന ട്രസ്റ്റുകളുണ്ട്. അവരൊക്കെ ആ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് ആ സ്ഥാനം ഏറ്റെടുക്കുമോ അതൊട്ടില്ലതാനും. അപ്പോൾ ആ രീതിയിൽ കുറേ നന്മ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു ബില്ല് കൊണ്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കണമെന്ന്. ദൗർഭാഗ്യവശാൽ നമ്മുടെ MP-മാരെല്ലാം നാട്ടിലാണ്. പാർലമെൻറ്റിൽ അവർക്ക് ശബ്ദമുയർത്താൻ പോലും സാധിക്കുന്നില്ല. അവരെല്ലാം തന്നെ ഏതാണ്ട് 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അവരെല്ലാവരും തന്നെ ആ സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് പലർക്കും ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഈ സമയത്ത് ഇത് അവതരിപ്പിച്ച് ചർച്ചകളില്ലാതെ പാസ്സാക്കി എടുക്കാനാണോ എന്നൊക്കെ ഞങ്ങൾ ഗൗരവമായിട്ട് സംശയിക്കുന്നുണ്ട്. അല്ല, തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് നിയന്ത്രിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വിദേശ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സർക്കാർ പരിശോധിച്ചോട്ടെ. അതിന് ഇപ്പോൾ തന്നെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസയുടെ സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അവരുടെയും ഈ FCRA അക്കൗണ്ട് മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതേതായാലും വീണ്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ചില നിയമങ്ങൾ മൂലമാണ് അവരുടെ പല ഭവനങ്ങളും അവർ നിർത്തലാക്കി. അതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ഈ രാജ്യത്തെ പൗരന്മാർക്കല്ലേ, അല്ലാതെ അവർക്കെന്താണ്? ഇപ്പോൾ ഞങ്ങൾ ഒരു ബോയ്സ് ഹോമോ ഒരു ഗേൾസ് ഹോമോ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ഭവനം പൂട്ടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒന്നുകിൽ തെരുവുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കരങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നഷ്ടം ഈ സർക്കാരിന് തന്നെയല്ലേ. കാരണം അവരുടെ പൗരന്മാരെയല്ലേ നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനും പഠിപ്പിക്കാനായിട്ടും എല്ലാം ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്.